ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൗണ്ടി ഡൊണീഗലിലുള്ള ഇറീഗൽ മൗണ്ടെയിനിലാണ് കേട്ടോ. അതിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അത് ശരിക്കും ഒരു ഹൈക്കിങ്ങിനുള്ള ഒരു മൗണ്ടെയിനാണ്. പക്ഷെ നമ്മൾ ഹൈക്കിങ്ങിന് വന്നതല്ല, നമ്മൾ അതിൽ കൂടെ പോയപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ മൗണ്ടെയിൻ്റെ ഒരു ഭാഗമാണ്. വലിയ മൗണ്ടെയിനാണ് കേട്ടോ. ഈ ഡൊണീഗൽ കൗണ്ടിയിലെ ടോളസ്റ്റ് മൗണ്ടെയിൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നല്ല നല്ല കിടുക്കൻ വ്യൂ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്താ പറയുക, വലിയ മലനിരകളും പച്ചപ്പൊക്കെ നിറഞ്ഞ താഴ്വരയും അതുപോലെ തന്നെ അപ്പുറത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ലേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ വണ്ടി നിർത്തി കുറച്ച് നേരം കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് ആ ഇറീഗൽ മൗണ്ടൻ്റെ ഹൈക്കിങ്ങിൻ്റെ ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ അല്ല കേട്ടോ ഇത്. അവിടെ നിന്ന് കുറച്ചും കൂടെ പോയിട്ട് ഉള്ള ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല കിടുക്കം വ്യൂ കണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കോഫിയൊക്കെ മേടിച്ചു. സംഭവം ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ, നല്ല ചൂട് കോഫിയും എന്താ പറയുക കോൾഡ് അറ്റ്മോസ്ഫിയറും നല്ല കിടുക്കൻ വ്യൂവും നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ €2 കിടക്കുന്നു ഗൈസ്. പക്ഷെ അത് ഒട്ടിച്ച് വെച്ചേക്കായിരുന്നു. ആദ്യമേ മനസ്സിലായതുകൊണ്ട് കുനിഞ്ഞെടുത്തില്ല ഗൈസ്. എന്തിനാണാവോ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാരെങ്കിലും കുനിഞ്ഞെടുക്കുമോ എന്നറിയാനാണോ എന്നറിയില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്നപ്പോൾ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് തന്നെ പോയി വീണ്ടും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആരോ പട്ടം പറത്തണെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ്. പക്ഷെ അത് ആ ഒരു കടയുടെ ഒരു പരസ്യം പോലെ എന്തോ ഒരു സംഭവമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ലേക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ നമുക്ക് ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക അവിടെ എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോയി. പക്ഷേ അവിടേക്കുള്ള വഴിയൊന്നും നമ്മൾ കണ്ടില്ല ഗൈസ്. വേറൊരു സർപ്രൈസാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു ചർച്ച് കണ്ടു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ ഒരു ചർച്ച് കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് കണ്ടാലും നമ്മൾ വെറുതെ വിടില്ലല്ലോ. അപ്പം അങ്ങോട്ട് പോയി. അപ്പം ലൈക്കിലേക്കുള്ള വഴിയൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ ചർച്ച് കണ്ടപ്പോൾ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഏതൊരു സ്ഥലം കണ്ടാലും വെറുതെ വിടാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെയും കയറി ഫോട്ടോ എടുത്തു ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്ന് കാണാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ 2 ശവക്കല്ലറൊക്കെ കണ്ടു. ഇതൊക്കെ അങ്ങനെ എടുക്കാൻ പാടുമെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 2 ശവക്കല്ലറ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടോ ലേക്ക് നമുക്ക് ഇവിടുന്ന് കാണാം. പക്ഷെ അങ്ങോട്ടേക്ക് ഒരു വഴിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ചർച്ച് ഇപ്പം നിൽപ്പുള്ളത്. അതാകെ പൊട്ടിപ്പൊളിഞ്ഞ് പക്ഷെ നല്ലൊരു കിടുക്കൻ ഇതായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ള നല്ലൊരു നൈസ് സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരുത്തർ മാറി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു ട്രാവൽ സ്റ്റോറി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ഗൈസ് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. Thank you so much for watching. See you again soon with another beautiful journey. Bye.